നമസ്കാരം. പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി നിരോധിത സംഘടനയായ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP തങ്ങളുടെ പുതിയ ആക്രമണ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കരയിൽ മാത്രം ഒതുങ്ങിയിരുന്ന തങ്ങളുടെ പോരാട്ടത്തെ ആകാശത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് സംഘടനയുടെ ലക്ഷ്യം. ഇതിനായി താലിബാൻ തങ്ങളുടേതായ ഒരു വ്യോമസേന യൂണിറ്റ് രൂപീകരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ വ്യോമസേനയുടെ താവളങ്ങളെയും സുരക്ഷാ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് വൻ പ്രഹരമേൽപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ തന്ത്രം. ഒരു സാധാരണ രാജ്യത്തിൻ്റെ വ്യോമസേന പോലെ യുദ്ധവിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ അല്ല ഇതിനായി താലിബാൻ ഉപയോഗിക്കുന്നത്. മറിച്ച് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച നൂതനമായ ഡ്രോണുകളെയാണ് അവർ ഇതിനായി ആശ്രയിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിക്കുമെന്നതാണ് ഡ്രോൺ യുദ്ധമുറയുടെ പ്രത്യേകത. ഇതിനകം തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശീലന വീഡിയോകളും പാക് താലിബാൻ പുറത്തുവിട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ ആസ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നാണ് താലിബാൻ ഭീഷണി മുഴക്കുന്നത്. 2025 പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയായി ഇത് മാറിയിരിക്കുകയാണ്. അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള പാക് പ്രവിശ്യകളിൽ താലിബാൻ ഇതിനോടകം തന്നെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വ്യോമസേന എന്ന പേരിൽ ഡ്രോൺ യൂണിറ്റ് കൂടി എത്തുന്നതോടെ പാക് സൈന്യത്തിന് ഇരട്ടി വെല്ലുവിളിയാണ് ഉയരുന്നത്. ആധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ചെറുകിട ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയേക്കാം എന്ന ആശങ്കയിലാണ് പാക് സുരക്ഷാ ഏജൻസികൾ. അന്താരാഷ്ട്ര സമൂഹം വലിയ ആശങ്കയോടെയാണ് ഈ റിപ്പോർട്ടുകളെ കാണുന്നത്. പാക് താലിബാന് ഡ്രോൺ സാങ്കേതികവിദ്യ എങ്ങനെ ലഭിച്ചു എന്നതും അന്വേഷണ വിധേയമാണ്. താലിബാന്റെ ഈ അവകാശവാദങ്ങൾ എത്രത്തോളം പ്രായോഗികമാണെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എങ്കിലും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷാ പോരാട്ടത്തിൽ ഡ്രോൺ യുദ്ധമുറ ഒരു നിർണായക വഴിത്തിരിവാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.